മലയാളത്തിന്റെ മണമുള്ള കഥകൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ശേഷം വിശ്വംഭരൻ മറ്റു ഭാഷകളിലെ മികച്ച സാഹിത്യ സൃഷ്ടികളെയും വേദിയിൽ അവതരിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യൻ ഭാഷയിലെ രചനകൾക്കൊപ്പം തന്നെ വിശ്വസാഹിത്യകാരന്മാരുടെ കൃതികളെയും കൈരളിയുടെ മുറ്റത്തേക്ക് കൊണ്ടുവന്നു. ആ കഥാപാത്രങ്ങളെ മലയാളികളായ ശ്രോതാക്കൾക്ക് പ്രിയങ്കരാക്കി തീർക്കുകയും ചെയ്തു. ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് കഥാപ്രസംഗം പറഞ്ഞിട്ടുണ്ട്, യുദ്ധവും സമാധാനവും. തോമസ് ഹാർഡിയുടെ ടസ് കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. കാസ്റ്റർബ്രിഡ്ജിലെ മേയർ കഥാപ്രസംഗമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ വിദേശ സാഹിത്യത്തിലേക്കും ഞങ്ങൾ കടന്നു ചെല്ലുകയുണ്ടായി. മഹാഭാരതം എന്ന ഒരു കഥ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ എക്കാലത്തെയും കഥാപാത്രങ്ങളാണ്. ആ കഥാപാത്രങ്ങളെ മനുഷ്യ ജീവിതത്തിലേക്ക് ഇറക്കി നിർത്തി അവതരിപ്പിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. കഥാപ്രസംഗത്തിന് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അതിന് ഹാസ്യം വേണം, അത് യഥാസന്ദർഭമായിരിക്കണം, അത് സാമൂഹ്യ വിമർശനത്തെ സ്പർശിക്കുന്നതായിരിക്കണം. അങ്ങനെയുള്ള ഹാസ്യത്തോടുകൂടി കഥാപ്രസംഗം അവതരിപ്പിച്ചാലേ ജനങ്ങൾ കഥാപ്രസംഗം എന്ന നിലയിൽ ഇഷ്ടപ്പെടൂ. പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ എന്ന കാതിക പ്രതിഭ ആദരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടെ പലവട്ടം. ഇതിലും എത്രയോ ആദരങ്ങൾ അനുമോദനങ്ങളായി അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായിരിക്കുന്നു ഇദ്ദേഹത്തിന്. ഫലകങ്ങളോ താമ്രപത്രങ്ങളോ ഒന്നുമില്ലാതെ ശ്രോതാക്കളുടെ ഹൃദയങ്ങളിൽ നിന്ന് അവരുടെ സ്നേഹം പൊതിഞ്ഞ അത്തരം അവാർഡുകളെ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട് ഈ കലാകാരൻ. വിലമതിക്കാനാകാത്ത നിധി പോലെ ആ ഓർമ്മകളെ മാറോട് ചേർത്ത് പിടിക്കുന്നുമുണ്ട് ഇദ്ദേഹം. ഇന്ത്യ ചൈന യുദ്ധവേളയിലാണ് ഈ രണ്ട് കണ്ണും രണ്ട് മനുഷ്യരും എന്ന കഥ ഞാൻ നോവൽ എഴുതുകയും അത് കഥാപ്രസവമാക്കുകയും ചെയ്തു. അതിന് നല്ല സ്വീകരണം ലഭിച്ചു. കാരണം അതിലെ കഥയാണ്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഒരു കേരളീയനായ ചെറുപ്പക്കാരന് അവൻ്റെ രണ്ട് കണ്ണുകളും നഷ്ടപ്പെട്ടു. അവൻ്റെ ഭാര്യ ഒരു നേഴ്സായിരുന്നു. അവൾ ഭർത്താവിനുണ്ടായ ദുരന്തം അറിഞ്ഞിരുന്നില്ല. എന്നിട്ട് അവൾ ഈ പട്ടാള സേവനത്തിന് പോയി, നഴ്സിംഗ് സേവനം. ഒരു ആശുപത്രിയിൽ ചെന്നു, ധാരാളം മുറിവേറ്റ പട്ടാളക്കാർ കിടക്കുകയാണ്. നോക്കി ചെന്ന് അവൾ മുഖത്ത് നിന്നൊരു വസ്ത്രം നീക്കിയപ്പോൾ അവൾക്ക് മനസ്സിലായി അത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്ന്. അവൾ അയാളെ ശുശ്രൂഷിച്ചു, അയാൾക്ക് ബോധം വന്നു, പക്ഷേ കണ്ണ് രണ്ടുമില്ല. അവളുടെ ഒരു കണ്ണ് അയാൾക്ക് ദാനം ചെയ്തു. അങ്ങനെ രണ്ട് കണ്ണും രണ്ട് മനുഷ്യരും, ഓരോ കണ്ണും ഓരോരുത്തർക്ക് എന്ന നിലയിലാണ് ഈ കഥ അവസാനിച്ചത്. ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കഥ തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾ വന്ന് വേദിയിൽ പ്രവേശിച്ചു. എൻ്റെ കയ്യിലൊരു മോതിരയിട്ടു തന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു പട്ടാളക്കാരനാണ്. ഈ കഥ എന്നെ പ്രത്യേകിച്ചും ആവേശം കൊള്ളിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എത്രയോ ജവാന്മാരുടെ കണ്ണുകൾ നഷ്ടപ്പെടുന്ന കണ്ണുകൾ കൊടുക്കാൻ ഭാര്യയാണെങ്കിലും കാമുകിയാണെങ്കിലും മറ്റാരെങ്കിലും ആണെങ്കിലും മുമ്പോട്ട് വരുന്നത് തീർച്ചയായും നല്ലതാണ്. അങ്ങനെ ഒരു സന്ദേശം ഞങ്ങൾക്ക് തന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറയുകയുണ്ടായിട്ടുണ്ട്. നിരവധി വേദികളിലായി നിരവധി കഥകൾ നിറഞ്ഞ സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ച കാഥികനാണ് പ്രൊഫസർ കടക്കോട് വിശ്വംഭരൻ. ഒരു കാലത്തെ കാഥിക ലോകത്തെ താരം. ആ കാലം പോയി മറഞ്ഞിരിക്കുന്നു. ഇന്ന് കഥാപ്രസംഗത്തിന് ശനിദശയാണ്. ഇവിടെ കഥയ്ക്കും കാഥികനും ആവശ്യക്കാർ കുറവാണ്. കഥാപ്രസംഗ രംഗത്ത് കഥ പറഞ്ഞ് ജീവിക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഇന്നില്ല. അതിന് ഉണ്ടാകും. ഇപ്പോൾ 100 കഥാപ്രസംഗം പറഞ്ഞാലും ഇതാണ് അവസ്ഥ. 100 കഥാപ്രസംഗം പറഞ്ഞാലും ബാലൻസ് 1000-2000 രൂപയായിരിക്കും ഓരോ കഥാപ്രസംഗം കിട്ടുക. അങ്ങനെ കിട്ടിയാൽ ഇന്നത്തെ നിലയിൽ അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. പക്ഷേ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വെറുതെ കളഞ്ഞതുമില്ല, പ്രയോജനപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കഥാപ്രസംഗത്തിന് നല്ല കാലം 1950, 60, 70, 80 കഥാപ്രസംഗം അന്യം നിന്ന് പോയി ക്ഷയിച്ചു പോയി എന്ന് പറയുന്നത് ശരിയല്ല. മറ്റ് കലകൾ വന്നു. ഉത്സവവേദികളിലേക്ക് മറ്റ് കലകളുടെ ആക്രമണം ഉണ്ടായി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും നാടകത്തിൻ്റെ ആക്രമണം നേരത്തെ വന്ന് ഞങ്ങളത് പ്രതിരോധിച്ചു, കിട്ട നിന്നു. പിന്നെ നാടകം പോയതിന് ശേഷം ഈ ഗാനമേള വന്നു. ഗാനമേളയും ഞങ്ങളെ അധികം ദ്രോഹിച്ചില്ല. പിന്നെ വന്നത് മിമിക്സ് പരേഡും അതുപോലെ അതുമായിട്ട് നമ്മുടെ ഇപ്പോൾ ഈ ടി വിയിലൊക്കെ പ്രദർശിപ്പിക്കുന്ന ഹാസ്യപരിപാടികളുണ്ടല്ലോ, ഇതാ പറയുന്നത്, അതെല്ലാം ധാരാളമായി വരികയും ജനങ്ങളുടെ ചായ്വ് അങ്ങോട്ട് മാറുകയും ചെയ്യും. പുതിയ കഥകൾ അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒരുപാട് പണം വേണം. ആ പണം തിരിച്ചു കിട്ടുന്നില്ല. എന്തെന്നാൽ അതിനാവശ്യമായ പരിപാടികൾ ആളുകൾ തരുന്നില്ല കഥാപ്രസംഗത്തിന്. ഇവിടെ കടക്കോട് വിശ്വംഭരൻ കാഥികനോ അധ്യാപകനോ
സാഹിത്യകാരനോ ഒന്നുമല്ല. ഭർത്താവും അച്ഛനും മുത്തച്ഛനുമൊക്കെയാണ്. ജീവിതാരങ്ങിൽ ഇദ്ദേഹത്തിന് ഏറെയും ഇഷ്ടമുള്ള ഒരിടമാണ് കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്ന ഈ വീട്. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സന്തോഷങ്ങളും ഇവർക്കൊപ്പം ചേരുമ്പോഴാണ്. ഇനി ഞാൻ എൻ്റെ കുടുംബത്തെ പരിചയപ്പെടുത്താം. എൻ്റെ ഭാര്യ ലൈല അധ്യാപികയായിരുന്നു. ഇപ്പോൾ വീട്ടിൽ സ്വസ്ഥമായി കഴിയുന്നു ഞങ്ങൾ രണ്ടുപേരും. പിന്നെ 2 ആൺമക്കളാണ്. ആ 2 പേരും ഇപ്പോൾ ഇവിടെ ഇല്ല. അവർ ഒരാൾ ബീഹാറിലും ഒരാൾ സകുടുംബം ഒരു യാത്രയിലാണ്. അദ്ദേഹത്തിൻ്റെ പേര് സന്ദീപ് എന്നാണ്. അവൻ കൊട്ടിയം പോളിടെക്നിക്കിൽ ലെക്ചറാണ്. അവർക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ ഭാര്യ അശ്വതി, അവരും അധ്യാപികയാണ്. എൻ്റെ മൂത്ത മകൻ മഹേഷ്, അയാൾ MBA-കാരനാണ്. പെപ്സി എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജരാണ് ബീഹാറിൽ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് എൻ്റെ അടുത്ത് നിൽക്കുന്ന കുഞ്ഞ് സ്മിത, സ്മിത. അവൾ അധ്യാപികയാണ്, ഹൈസ്കൂളിലെ അധ്യാപികയാണ്. കയ്യിലിരിക്കുന്ന കുഞ്ഞും അതുകൂടാതെ ഒരു മോൾ ദാ നിൽക്കുന്നു, ഇവൾ ശിവാനി. ഇതാണ് എൻ്റെ സംതൃപ്തവും ചെറുതുമായ കുടുംബം. തിരക്കുകളിൽ തന്നെയാണ് ഇപ്പോഴും ഇദ്ദേഹത്തിന്റെ ജീവിതം. കലാരംഗത്ത് മുൻപണിഞ്ഞ വേഷമൊന്നും അഴിച്ചു വച്ചിട്ടില്ല വിശ്വംഭരൻ. പുതിയ ചില ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിട്ടുമുണ്ട്. പുതിയ സൂര്യോദയം സ്വപ്നം കാണുന്ന പ്രത്യാശാഭരിതനായ മനുഷ്യനായി കലയോടൊപ്പം ചേർന്ന് തന്നെയുള്ള യാത്രയിലാണ് ഇദ്ദേഹം. ഇപ്പോൾ തിരുവനന്തപുരത്ത് കഥാപ്രസംഗത്തിൻ്റെ ഒരു പരിശീലന കേന്ദ്രമുണ്ട്. അത് SMV ഹൈസ്കൂളിലാണ് നടക്കുന്നത്. അതാദ്യം മ്യൂസിക് കോളേജ് നടത്തുന്നതിന് ഗവൺമെൻറ് തീരുമാനിച്ചതാണ്. അത് തുടങ്ങുന്നതിന് മുമ്പ് അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരും എതിരുന്നു, സമരം നടത്തി. അപ്പോൾ അത് SMV സ്കൂളിൽ ഹെഡ് മാസ്റ്ററുമായിട്ട് ആലോചിച്ച് അവിടെ നടത്താനുള്ള തീരുമാനമെടുക്കുകയും അങ്ങനെ ജോസഫ് കൈമാപ്പറമ്പ് സാറിൻ്റെ ശ്രമഫലമായി അവിടെ ആ ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. അന്ന് ആദ്യത്തെ അധ്യാപകർ വി സാംബശിവനും കല്ലട BV കുട്ടിയും ഞാനും ആയിരുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ ആ കോഴ്സിൻ്റെ കോർഡിനേറ്ററാണ്. 3 ദിവസം പോകണം. പിന്നെ ആകാശവാണിയിൽ പരിപാടികളുണ്ട്. ആകാശവാണിയിൽ പരിപാടികൾക്ക് അവർ തരക്കേടില്ലാത്ത പ്രതിഫലം തരുന്നുണ്ട്. ഇതുകൂടാതെ ഞാൻ സാഹിത്യ സൃഷ്ടി നടത്തുന്നുണ്ട്. കഥാപ്രസംഗം അഭ്യസിപ്പിക്കുക എന്ന ജോലി ചെയ്യുന്നു. കുറച്ചൊക്കെ കഥ പറയുന്നു.